ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് 10-ാം ദിവസം കഴിഞ്ഞിട്ട് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ കോൺഗ്രസ് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആ ദയനീയാവസ്ഥ ലോകത്ത് വേറെ ഒരു സംസ്ഥാനത്തും കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നും തേങ്ങ എറിഞ്ഞുടയ്ക്ക് സ്വാമി എന്ന് പറഞ്ഞ് മിഥുനത്തിൽ ജഗതി പറയുന്ന മാതിരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പം വരും, ഇന്നലെ പറഞ്ഞ് ഇന്ന് വരുമെന്ന്, മിനിഞ്ഞാന്ന് പറഞ്ഞ് ഇന്നലെ വരുമെന്ന്, ഇപ്പം രാവിലെ പറഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പ് തീരുമാനിക്കുമെന്ന്, ഇപ്പോൾ കിട്ടിയിരിക്കുന്നു ഉച്ച കഴിഞ്ഞേ തീരുമാനിക്കുന്നു. ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറിയ കോൺഗ്രസിൻ്റെ ഈ ദയനീയ അവസ്ഥ ലോകത്താർക്കും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ മിനിറ്റിലും ന്യൂസുകളിൽ വരുന്ന വിശേഷങ്ങൾ ഇപ്പോൾ വരും, ഇപ്പം പൊട്ടിക്കും, അടുത്ത നിമിഷം തീരുമാനം ഉണ്ടാകും. ഇതൊക്കെ കാണുമ്പോൾ പിണറായി ആണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി അവസാനം എന്നെ തന്നെ തിരഞ്ഞെടുക്കണം, നിങ്ങൾക്കൊരു നേതാവ് വേണമെങ്കിൽ എന്ന ചിന്താഗതിയിലേക്ക് പോകുന്ന ഒരു ദയനീയാവസ്ഥ. വോട്ട് ചെയ്ത ജനത്തിനെ പൊട്ടന്മാരാക്കുന്ന ഈ നയം, ജയിപ്പിച്ചുവിട്ട MLA-മാർ ജനത്തിന് എതിരെ സംസാരിക്കുന്ന ഒരവസ്ഥ, ജനം അവരെ പബ്ലിക്കായിട്ട് തെറി വിളിക്കുന്ന ഒരു ദയനീയ അവസ്ഥ. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് സതീശൻ ഏതാണ്ട് ചെയ്തു എന്ന്. കേന്ദ്രത്തിലിരിക്കുന്ന പൊട്ടന്മാർക്കും മനസ്സിലാവുന്നില്ല, നാട്ടിലുള്ള പൊട്ടന്മാർക്കും മനസ്സിലാവുന്നില്ല, ആർക്കും മനസ്സിലാവുന്നില്ല. ജനഹിതം എന്തോ ആണെന്നറിയാതെ VD സതീശൻ്റെ ആൾക്കാർ ചെയ്യുന്നതാണെന്ന് ഇപ്പോഴും മന്ദബുദ്ധികളെ കൂട്ട് പറയുന്ന ജനം ജയിപ്പിച്ചു വിട്ട ഇവരെയൊക്കെ എന്താണ് പറയേണ്ടതെന്ന് ഇപ്പോഴും പിടികിട്ടുന്നില്ല. അപ്പോൾ ഇനിയും കാത്തിരിപ്പ് നീളും. ഇനിയും ഇന്ന് പറയുമോ എന്തോ, നാളെയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപനം. കാത്തിരുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ വരാമെങ്കിൽ 100% ഉറപ്പായിട്ട് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേറുമെന്ന് ഏകദേശം ഉറപ്പിക്കാം. കാരണം ജനം അത്ര മടുത്തു പോയി. മറ്റവർ 10 വർഷം ഭരിച്ചിട്ടാണ് ഇത്രയും പ്രശ്നമെങ്കിൽ ഇവർ 10 ദിവസം കൊണ്ട് ഇത്രയും വലിയ പുകലുണ്ടാക്കുമെങ്കിൽ ഇനിയുള്ള അവസ്ഥ എന്തോ ആണെന്ന് പറയണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.